ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഉണ്ണികൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഒരാളത് ഗേറ്റും പിടിച്ച് വലിച്ചു നിൽക്കുന്നുണ്ട്, മറ്റാളതാ വണ്ടീനെയും തൊട്ട് തലോടി നിൽക്കുകയാണ്. രണ്ടുപേരും ഉറങ്ങിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് അച്ഛന് പണി കഴിഞ്ഞ് വന്നത്. അപ്പം സൗണ്ട് കേട്ട് ഋഷിമോൻ എണീറ്റ്, പിന്നെ മറ്റാളെ ഉണർത്തിയിട്ട അവള്. ഞങ്ങൾ പുറത്ത് പോവാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ പിന്നെ രണ്ടുപേർക്ക് ഇരിക്കപ്പുറത്തില്ലാതായി. ഋഷിക്കുട്ടൻ കുറെ നേരമായിട്ട് ഗേറ്റിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റ് തുറക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ അവനക്ക് പറ്റിയിട്ടില്ല. ഞാനപ്പോൾ വേഗം ഒന്ന് തുറന്നു കൊടുത്തു. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഋതിമോന് വേഗം വണ്ടിയിൽ സ്ഥാനം പിടിച്ചു കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അവന് വേഗം ഫസ്റ്റ് ഇരിക്കണം. അതിപ്പോ എങ്ങാനും ഋഷിക്കുട്ടൻ എങ്ങാനും ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ബഹളമായി, അടി ഇടി കരച്ചില് ബഹളം ഒക്കെ കൂടി ഒരു കഥയായിരിക്കും. ഋഷിക്കാണെങ്കിൽ അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കണം അത്ര ഇഷ്ടമല്ല. അപ്പം അവൻ വേഗം മാറിക്കൊടുക്കൂട്ടാ. അപ്പം ഞങ്ങൾ പോവാണ്. അധികം ദൂരമൊന്നുമില്ല, ഇവിടുന്ന് കുറച്ചുള്ളൂ. ഈ കയറ്റം കയറി കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ കേട്ടോ. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ പോയി, കാരണം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് വിറകുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ വിറകൊക്കെ ഞാൻ കുറച്ച് അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ മഴ പെയ്തപ്പോൾ അടുക്കളേൻ്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം ചോർന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് ഈ ഓലക്കൊടി സാധനങ്ങളൊന്നും അവിടെ വെക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അടുക്കളയിൽ ഷീറ്റ് ഇട്ട്. ഇപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല, മഴ പെയ്താലും വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓലക്കൊടിയൊക്കെ അവിടെയാണ് അമ്മമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. അവിടെയാണ് വെട്ടി വെച്ചിട്ടുള്ളത്. അവിടെ അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് എടുത്ത് കൊണ്ടുവച്ചിട്ടാണ് വണ്ടിയിൽ തന്നെ പോകുന്നത്. കുഞ്ഞുങ്ങളെ വെച്ചിട്ട് എങ്ങനെ എടുക്കുന്നല്ലേ, ഞാനൊക്കെ മടിയിൽ വെച്ചിട്ടൊക്കെയാണ് വരാറ്. നടക്കുകയാണെങ്കിൽ യവന്മാര് കിടന്നിട്ട് ഈ റോട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ഓടിക്കളിക്കും. എനിക്ക് പേടിയാണ്, പിടിച്ചാലും നിൽക്കില്ല. അപ്പം അച്ഛന് ദേഷ്യം പിടിക്കും. അപ്പോൾ പിന്നെ വണ്ടിയിൽ തന്നെ വന്നിട്ടോ. അപ്പോൾ ഇതാ സ്ഥലത്ത് എത്തി. ഇതാണ് നമ്മുടെ മാഷിൻ്റെ അമ്മയുടെ വീട്. ഇവിടെ ഇപ്പം ആരും ഇല്ല കേട്ടോ. ഇവിടെ അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മ വെച്ചിട്ട് കുറച്ച് കാലമായി. ഇപ്പോൾ ഇവിടെ ആരുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഇനി മാഷിൻ്റെ ഒരു ചെറിയമ്മ വീട് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വീഴുന്ന ഓലയും മടലൊക്കെ ഞങ്ങൾ വെട്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നനഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവിടെ വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏതായാലും പൊളിഞ്ഞിരിക്കുന്ന ഒരു വീടല്ലേ, ഇത് പൊളിയാറായിട്ടുണ്ട്. അപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു റൂമിൽ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഷ് വളർന്ന വീട്. ചെറുപ്പത്തിലൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു അത്ര. ഇവിടെ ഒരുപാട് തെച്ചിമരമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ തെച്ചി എന്ന് പറയും, ചിലവർ ചെത്തി എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ തെച്ചി എന്നാണ് പറയാ. ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുന്ന് അമ്പലത്തേക്കൊക്കെ പൂക്കൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരുപാടുണ്ട് അത്. പിന്നെ വലിയൊരു നമ്മുടെ മണി പ്ലാന്റിന്റെ ചെടിയുണ്ട്, വലിയ ഇലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ കൊണ്ടുപോയത്, എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. ഇത് നക്ഷത്രപ്പുളി ആയിട്ടാ. ഇതിപ്പോ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് കായകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചുണ്ട്. ഇപ്പൊ ഞാനത് പറിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. ഞാനൊന്ന് പറിക്കട്ടെ കേട്ടോ. എന്താണ് പൊന്നോ, എന്താടാ സാധനം, ആ ഒരു ചോപ്പ് സാധനമില്ലേ, കിളി. ഇതാണ് സംഭവം. നല്ല ടേസ്റ്റ് ആട്ടോ പഴുത്താല്. പച്ചയില് ഭയങ്കര പുളിയാണ്. നക്ഷത്രപ്പുളി പറിച്ചപ്പോഴാണ് അതിന്റെ താഴെയായിട്ട് ഷുഗർ ചീരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ളത് കണ്ടത്. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പൊടി പിടിച്ചിട്ടും വൃത്തിയില്ലാത്തൊക്കെ ഇലകളായിരുന്നു.
ഇപ്പൊ മഴ പെയ്തപ്പോ ഒന്ന് തളർത്തിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ ഒന്ന് പറിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല മക്കൾക്കും നല്ല ഇഷ്ടമാണ്. ഈ തേങ്ങയൊക്കെ ചിരകിട്ടിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്കും ഇഷ്ടമാണ്. ചെറുത് അത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അവന്മാരും അത് കഴിക്കാറുണ്ട്. കുറച്ചൊക്കെ കൊടുക്കും. ഇവിടെ മാഷിനും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറച്ചൊക്കെ അത് പറിച്ചിട്ടാ. പിന്നെ ഈ പൈപ്പ് ഇത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ പൈപ്പായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം എടുത്തിരുന്ന ഇതിൽ നിന്നായിരുന്നു കേട്ടോ. ഇപ്പോ ഇവിടെ ഈ കയറ്റത്തിൽ ഇതൊരു കുന്നാണ്. അതിന്റെ മേലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഇവിടെ നിന്നായിരുന്നു അത്ര എല്ലാവരും വെള്ളം കുടിക്കാറും കുളിക്കാറൊക്കെ ചെയ്തിരുന്നത്. മാഷിന് ഇത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പൊ ആളിത് എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നു, ഇവിടെ നിന്നായിരുന്നു ഞാൻ കുളിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തിൽ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഗേറ്റിന്റെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അവിടെ ഒരു വീടിന് ആ ഗേറ്റ് പണിതപ്പോൾ ആ ഒരു ഇതില്ലേ ഷെഡൊക്കെ പൊളിച്ചിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്നിട്ടു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവും പകലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ ഹൈടെക് വീടുകളാണ്. ഇപ്പുറത്ത് ഈ അമ്മമ്മയുടെ വീട് മാത്രമുണ്ട്, ഒരു ചെറിയ വീട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവിടെ വലിയൊരു വീട്, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതൊരു ചെറിയ വീട്, പക്ഷെ നല്ല പച്ചപ്പൊക്കെയാണ്, ഭയങ്കര രസം. പിന്നെ അതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ആ വിറകൊക്കെ എടുത്തിട്ട്, ഈ റൂമിൻ്റെ ഉള്ളിലാണ് ഞാൻ വിറകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടു കേട്ടോ. കുറച്ച് ദിവസം മുന്നാണ് ഇത് വെട്ടിയിട്ടത്. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് പടിക്കെട്ടിൽ വെച്ച് അവിടെ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് അത് എടുക്കാൻ എളുപ്പമല്ല, അപ്പോൾ അവിടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ നേമ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് പോയതാണ്. പിന്നെ ഞാനിനി അവിടെ കച്ചറാക്കി ഇതണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചൂലെടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു കയറിയിട്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഞാനോ മേമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കാറൊക്കെ ഉണ്ട്. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായാലും നമ്മളത് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ പിള്ളേർക്കല്ല, ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്ഥലം ഇപ്പോഴത്തായിരിക്കും. അപ്പോൾ അത് തെങ്ങിലൊക്കെ തേങ്ങ നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നില്ലോ, ഇല്ല തേങ്ങ അയക്കുന്നു. അപ്പോൾ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാവും കുറച്ച് വിറക്. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ഇതിനുള്ളിലാക്കണം. എന്നിട്ട് വേണം കുറച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കൊടുക്കാൻ. ഇതൊക്കെ കുറച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഉണ്ണികൾ ഓരോന്ന് പറയുന്നുണ്ട്. ഒരു ഗുളികയൊക്കെ എടുത്ത് വന്നിട്ട് അച്ഛാ അതാരുടെ ഗുളികയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങി അപ്പുറത്തേക്ക് എടുത്ത് വലിച്ചു തന്നിട്ടാണ്. പിന്നെ ഞാൻ വേഗം ഈ നമ്മുടെ ഷുഗർ ചീരയൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ ആ ബാഗിൻ്റെ ഉള്ളിലാക്കി, പിന്നെ നക്ഷത്രപ്പുളി അതിൻ്റെ ഉള്ളിലിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം മുളക് പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് നല്ല അടിച്ച് തിന്നാൻ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ്. പിന്നെ അതിന് ശേഷം മാഷ് മീൻ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോഴേക്കും നല്ല മഴയായി. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇതാ വണ്ടിയിൽ ഇതാ മീനൊക്കെ ഇരിക്കുന്നുണ്ട്. അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ഞാനും മക്കളും മാത്രം അകത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആളെ ഞാൻ കുറേ വിളിച്ചു. അപ്പോൾ എന്നോട് മഴ മാറിയിട്ട് വരാടിയും. ഇത്രയേ ഉള്ളൂ വീഡിയോ.